നമുക്ക് എന്തിനേയും ജയിക്കാൻ കഴിയും. നമ്മുടെ മുൻപിലുള്ള ചില പരിമിതികളെ നമുക്ക് മറികടക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ചില പരിമിതികളുണ്ട്. ഇത്രയൊക്കെ കഴിയൂ, ഞാൻ ഇന്ന വീട്ടിലാണ് ജനിച്ചത്, ഞാൻ ഇന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്, എനിക്ക് ഇത്രയൊക്കെ കഴിയൂ എന്നുള്ള ഒരു പരിമിതി നമുക്കെല്ലാം ഉണ്ട്. അത് നമ്മുടെ മനസ്സിലാണ്. എന്നാൽ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ കർത്താവ് പരിമിതികളെയെല്ലാം പൊളിച്ചു കളഞ്ഞവനാണ്. അതുകൊണ്ട് എനിക്കും എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ആ പരിമിതികളെ എനിക്ക് പൊളിച്ച് കളയുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ കൈകളടിച്ചതിനെന്ന് സ്വീകരിച്ച് എൻ്റെ പരിമിതികൾ എനിക്ക് പൊളിച്ചു കളയാൻ കഴിയും. എങ്ങനെ അറിയാം? വിശ്വാസത്താൽ അറിയാം. ഞാൻ യേശുവിനെ സ്വീകരിച്ചവനാണ്. 1 യോഹന്നാൻ 4:4 പോലെ എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവൻ, എന്നിലുള്ളവൻ ലോകത്തേക്കാൾ വലിയവൻ, അവൻ എന്നിലുള്ളത് കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയും. എൻ്റെ പരിമിതികളെ ചാടിക്കടക്കാൻ കഴിയും, മതിലുകൾ ചാടിക്കടക്കാൻ കഴിയും, മലകളെ നീക്കാൻ കഴിയും എന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയണം. യേശുവിന് കഴിയും. എന്നാൽ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കും അത് കഴിയും. അടുത്തിരിക്കുന്നവരോട് പറ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കും പരിമിതികളെ മറികടക്കാൻ കഴിയും. ഇത് മനസ്സിൽ രജിസ്റ്റർ ആകണം. എനിക്ക് പരിമിതികളെ മറികടക്കാൻ കഴിയും. കാരണം യേശു ഇതിനെയെല്ലാം മറികടന്നു. യേശു ഈ ഭൂമിയിൽ വന്ന് കാണിച്ചു തന്നു. പ്രകൃതിയെ അതിൻ്റെ പദ്ധതികളെല്ലാം മറികടക്കാൻ കഴിയും. 5 അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. വറുത്ത മീൻ വർദ്ധിപ്പിച്ച് ശേഷിപ്പിച്ചത് കുട്ടകളിൽ നിറച്ചു വെച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. പരിമിതികളെ, മനുഷ്യൻ അനുഭവിക്കുന്ന പല പരിമിതികളെയും മറികടക്കാൻ കഴിയും. കടലിൻ്റെ മീതെ രാത്രിയുടെ 4 യാമത്തിൽ വലിയ തിരമാലകളുടെയും വലിയ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നടന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. പ്രകൃതിയുടെ മേൽ, ആ പ്രകൃതിയുടെ വലിയ ഭീകരതകളുടെ ആ ഭയാനകതകളെ മറികടക്കാൻ വിശ്വസിക്കുന്നവന് കഴിയുമെന്ന് യേശു നമുക്ക് ഒരു മാതൃക കാണിച്ചു തന്നു. യേശു ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാനല്ല അത് ചെയ്തത്. യേശു അത് കാണിച്ചു തന്നത്, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഭയപ്പെടുന്ന പല പരിമിതികളെയും നിങ്ങൾക്ക് പൊളിച്ചു കളയാൻ കഴിയും. ഈ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ നാം, അയ്യോ ഞാൻ എൻ്റെ ഇന്ന വീട്ടിൽ ജനിച്ചതാണ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന ചിത്രം നമ്മിൽ നിന്ന് പൊളിഞ്ഞു പോകും. അസാധ്യമായ കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. എത്ര പേര് അതിന് ആമേൻ പറയും? ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. 1865 മുതൽ 1945 വരെയുള്ള 80 വർഷക്കാലം ഈ ഓട്ടക്കാരായ ഒരു കൂട്ടം ജനം 1 മൈൽ ഓടാൻ ഏകദേശം 4 മിനിറ്റിലധികം സമയം വേണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഏകദേശം 80 വർഷമായിട്ടും 4 മിനിറ്റിന് താഴെ സമയം കൊണ്ട് 1 മൈൽ ഓടിയിട്ടില്ല. അങ്ങനെ ഒരു പരിമിതി കിടപ്പുണ്ടായിരുന്നു. എന്നാൽ 1945 റോജർ ബാനിസ്റ്റർ എന്ന ഒരാൾ 1 മൈൽ വെറും 3 മിനിറ്റ് 59.4 സെക്കൻഡ് കൊണ്ട് ഓടി. 4 മിനിറ്റിന് താഴെ ഒരാൾ ഓടിക്കാണിച്ചു. 80 വർഷമായിട്ട് ആരും ഓടിയിട്ടില്ല ഇത്രയും വേഗത്തിൽ. എന്നാൽ ഒരാൾ ഓടിക്കാണിച്ചു. ഒരാൾ ഓടിക്കാണിച്ചപ്പോൾ ലോകം മുഴുവനും 1945 4 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് 1 മൈൽ ഓടാൻ കഴിയുമോ? കൊള്ളാലോ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇനി ഈ റെക്കോർഡ് ഭേദിക്കാൻ ആരും ഉണ്ടാകില്ല. 45 ദിവസം കൊണ്ട് 45 ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയക്കാരനായ ജോൺ ലാൻഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 3 മിനിറ്റും 57.9 സെക്കൻഡ് കൊണ്ട്, മറ്റേയാൾ 59 ആണെങ്കിൽ ഇത് 57, വീണ്ടും താഴെ വന്നു. അതിനേക്കാൾ കുറഞ്ഞ വേഗതയിൽ ഇദ്ദേഹം ഓടി തെളിയിച്ചു.
45 ദിവസം എടുത്തുള്ളൂ. 80 വർഷമായിട്ട് ആരും പുറത്തു വരാത്ത ആ വലിയ കടമ്പ ഒരാൾ കവച്ചു വെച്ചപ്പോൾ പുറകെ 45 ദിവസം കൊണ്ട് വേറൊരാൾ പുറത്തു വന്നു. താമസിച്ചില്ല. ഇന്ന് വരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ 1500ഓളം പേര് 4 മിനിറ്റിന് താഴെ ഓടി 25-ലധികം വേൾഡ് റെക്കോർഡ് ആ കാര്യത്തിൽ വന്നെന്ന് ഒരു ഭാഗത്ത് ഞാനിങ്ങനെ വായിച്ചു. ഞാനതെല്ലാം കുറിച്ചു വെച്ചു. എന്താണ് ഇതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഒരാൾ ഒരു പരിമിതി പൊളിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഉറപ്പാണ്, ഒരാൾ പൊളിച്ചാൽ ബാക്കിയുള്ളവർക്കും ഒരു ധൈര്യം കിട്ടും, എനിക്കും അത് കഴിയും. ഞങ്ങളുടെ നാട്ടിൽ ഒരാളിത് ചെയ്തെങ്കിൽ ഞാനിത് ചെയ്യും, എൻ്റെ വീട്ടിൽ ഒരാളിത് ചെയ്തെങ്കിൽ ഞാനിത് ചെയ്യും. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു സന്ദേശം തരാനുള്ളത്, നമ്മൾ നമ്മുടെ വീട്ടിനകത്തുള്ള ചില പരിമിതികളെ പൊളിക്കണം. ആദ്യം പൊളിച്ചിറങ്ങുന്നവൻ ഇത്തിരി കഷ്ടപ്പെടണം. അവൻ ഒത്തിരി ഭയമുണ്ടാകും, അവൻ ഒത്തിരി സംശയങ്ങളുണ്ടാകും. ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവന് പ്രശ്നമാണ്. ഒരാൾ വിശ്വാസത്തിൽ വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്ന്, ഒരിക്കലും ആരും വിശ്വാസത്തിൽ വരാത്തൊരു കുടുംബത്തിൽ നിന്ന് യേശുവിനെ അറിഞ്ഞിട്ട് ഒരാൾ ചുവട് വെക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും കൂടി നീ എവിടെ പോകുന്നു? നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ മാന്യത കളഞ്ഞുകൊണ്ട് നീ എവിടേക്കാണ് ഈ പോകുന്നത്? ഏത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞാൽ പോകുന്നത്? ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അബ്രഹാം അങ്ങനെയുള്ള പരിമിതികളെ പൊളിച്ചു. ദൈവശബ്ദം കേട്ടിട്ട് പരിമിതി പൊളിച്ച് ഇറങ്ങിയവനാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം, നിന്റെ സ്വജനത്തെ വിടണം, എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന ദേശത്തേക്ക് പോകണം. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഗ്ദത്തം യേശു നമുക്ക് തന്നതും പരിമിതി പൊളിക്കാൻ തന്നതും അതാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു, സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ വരും, നിങ്ങൾ എനിക്ക് വേണ്ടി വാ. അങ്ങനെ നാം നമ്മുടെ ചെറിയ പരിമിതികളെ പൊളിച്ചുകൊണ്ട് വിശ്വാസത്താൽ കർത്താവിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകമെന്ന പരിമിതി പൊളിച്ച് സ്വർഗമെന്ന അനുഗ്രഹത്തിലേക്ക് നമ്മളെ പിടിച്ചു കയറ്റുകയാണ്. എത്ര ഭയങ്കരമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നോട് അടുത്തു വാ, ഞാൻ നിങ്ങളോടും അടുത്തു വരും. അപ്പൊ നാം നമ്മുടെ പരിമിതി പൊളിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി ഒരിക്കലും പൊളിയില്ലെന്ന് പറയുന്ന പല പരിമിതികളെയും കർത്താവ് നമുക്ക് വേണ്ടി പൊളിച്ചു കളയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് പൊളിഞ്ഞു പോകട്ടെ. നീ ഒരു ചുവട് വെക്കണം. മുഴുവനും പരിമിതി കർത്താവ് പൊളിക്കില്ല. നമുക്ക് പൊളിക്കാൻ പറ്റുന്നതെല്ലാം നാം പൊളിച്ചു കളയണം. അബ്രഹാം ഇറങ്ങി തിരിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെ വിടണം, സ്വന്തം ഭവനത്തെ വിടണം, നിന്റെ പിതൃദേശത്തെ വിടണം. അവൻ പഠിച്ചു വച്ചിരിക്കുന്ന ആ കാലത്ത്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ആ കാലത്ത് ഒരുവൻ നദി കടന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അന്നത്തെ സംസ്കാരം. നദി കടന്ന് ആരും അക്കരെ പോകാൻ പാടില്ല. ഇന്ത്യയിൽ അങ്ങനൊരു സംസ്കാരമുണ്ടായിരുന്നു. ഇന്ത്യയിലെ മഹാസമുദ്രങ്ങൾ കടന്ന് ആരും കടൽ കടന്ന് പോകാൻ പാടില്ല. കാവി പാനി എന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു. സമുദ്രം കടന്നു പോയാൽ ശപിക്കപ്പെട്ടവനാണ്. ആ കാലത്ത്, അബ്രഹാമിൻ്റെ കാലത്ത്, നദി കടന്നാൽ ശപിക്കപ്പെട്ടവൻ. എങ്ങനെ നദി കടന്ന്? അപ്പൊ ദൈവം പറഞ്ഞ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നദികൾ കടക്കണം, ഒന്നല്ല പലത്. നദിയുടെ കരയിൽ അബ്രഹാമും സാറയും കൂടെയുള്ളവരൊക്കെ നിൽക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, മൂപ്പന്മാർ പറഞ്ഞു, കാരണവർമാർ പറഞ്ഞു, മക്കളെ നദി കടക്കാൻ പാടില്ല, നദി കടന്നാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്തിന്റെ ചുവട് വെക്കുമ്പോൾ പല നദികളും നീ ക്രോസ് ചെയ്യേണ്ടി വരും, പല പരിമിതികളെയും നീ പൊളിക്കേണ്ടി വരും.
നാട്ടുകാർ പറയുന്നു ഈ നദി കടന്നാൽ നീ ശപിക്കപ്പെട്ടവൻ. ദൈവം പറയുന്നു നീ നദി കടന്നാലേ നീ എൻ്റെ ദാസനായി നിൽക്കൂ, വാഗ്ദത്തങ്ങളിൽ കാലുകുത്തു. മനുഷ്യർ പറയുന്ന അവരുടെ സംസ്കാരത്തിൽ ഒതുങ്ങണമോ, ദൈവം പറയുന്ന വചനത്തിലേക്ക് ചുവട് വെക്കണമോ? അബ്രഹാം ആലോചിച്ചു, വലുതാരാണ്? ദൈവമാണ്. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? നാട്ടുകാരല്ല, ബന്ധുക്കളല്ല, ദൈവമാണ്. വിളിച്ചതാരാണ്? ദൈവമാണ്. എങ്കിൽ ദൈവം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചുവട് വെക്കാൻ പോവുകയാണ്. അബ്രഹാം കാലുകൾ എടുത്തു വെച്ചു. ആ കാലത്ത് അന്ന് ആ കരയിലുണ്ടായവർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞതാണ് എബ്രായൻ. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ടവൻ. അതിൽ നിന്നാണ് എബ്രായർ. അബ്രഹാമിൻ്റെ സന്തതിയെ വിളിച്ചിരുന്ന പേരാണ് എബ്രായർ, ശപിക്കപ്പെട്ടവർ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ എന്താണ്? നിന്നെ ആരെങ്കിലും ശപിച്ചാൽ അവൻ ശപിക്കപ്പെടും, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവരനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എബ്രായൻ എന്ന പേര്. അങ്ങനെ നമ്മുടെ എബ്രായരുടെ പുസ്തകം തന്നെയുണ്ട്, ശപിക്കപ്പെട്ടവരുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട്. അതൊരു അനുഗ്രഹ പുസ്തകമാണ്. ലോകം നമ്മെ നോക്കി മുടിഞ്ഞു പോകും, ഗതി പിടിക്കില്ല, ഒരിക്കലും നന്നാകില്ല എന്ന് പറയുമ്പോൾ ആ പരിമിതികളെ പൊളിച്ചുകൊണ്ട്, അയ്യോ ഞങ്ങളുടെ വീട്ടുകാരെന്നെ ഓർക്കും, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അതിഷ്ടമല്ല, ഞങ്ങളുടെ നാട്ടുകാർക്ക് അതിഷ്ടമല്ല എന്ന് പറഞ്ഞ് അബ്രഹാം നിന്നിരുന്നെങ്കിൽ വിശ്വാസികളുടെ ഒരു സമൂഹമായി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട തേജസ്സിൻ്റെ ഒരു സമൂഹം ഉളവാകും. അബ്രഹാമിൻ്റെ തലമുറയിൽ പറ്റില്ലായിരുന്നു. വേറൊരാളെ ദൈവത്തിന് അതുപോലെ ഒരുത്തനെ എടുക്കേണ്ടി വരുമായിരുന്നു. ദൈവത്തിന് ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ വേണം. അതുകൊണ്ട് അബ്രഹാം ചിന്തിച്ചു നിന്നില്ല. അബ്രഹാം വിശ്വാസത്താൽ ചുവട് വെച്ചു. പരിമിതികൾ, അവൻ്റെ മുൻപിലുള്ള നദികളെ എല്ലാം ക്രോസ് ചെയ്ത് അവൻ അപ്പുറത്തേക്ക് പോയി, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അബ്രഹാമിനും അറിയില്ല എങ്ങോട്ടാണെന്ന്. എന്നാൽ ദൈവമാണ് വിളിച്ചതെങ്കിൽ എങ്ങോട്ട് പോയാലും വിടുതലാണെന്ന് അബ്രഹാമിന് മനസ്സിലായി. എങ്ങോട്ട് പോയാലും, അത് അമേരിക്കയിലോട്ട് പോയാലും അത് അട്ടപ്പാടിയിലോട്ട് പോയാലും ദൈവം വിളിച്ചതാണെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ടാകും. അതിന് അമേരിക്ക തന്നെ പോകണമെന്നില്ല, കാനഡയിൽ തന്നെ വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. കർത്താവ് നിന്നെ എവിടെ വിട്ടാലും നീ അവിടെ ഒരു അനുഗ്രഹമാകും. PG വർഗീസ് അങ്കിൾ നേരെ പോയത് ഒരു 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 ചെറിയ ഗ്രാമത്തിലേക്കാണ്, വടക്കേ ഇന്ത്യയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ. അവിടെ ഈ വളരെ അഴുക്ക് നിറഞ്ഞ ഒരു സമൂഹത്തിന് നടുവിലാണ് അദ്ദേഹം തുടങ്ങിയത്. ഇന്ത്യയുടെ ഒരു വലിയ അപ്പോസ്തലനായി മാറി. ആമേൻ. ഇതുപോലെ ദൈവം എങ്ങോട്ടയച്ചാലും എവിടെ പോയാലും ദൈവമാണ് അയക്കുന്നതെങ്കിൽ അവിടെ വിജയം ഉറപ്പാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് രാജ്യവും വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എവിടെ അയച്ചാലും അവിടെ ഞാനൊരു അനുഗ്രഹമാകും. എൻ്റെ കർത്താവിന് വേണ്ടി എല്ലാ പരിമിതികളെയും പൊളിച്ച് ഞാൻ പുറത്തു വരും. ഈ കുട്ടികളുടെ പരീക്ഷ നടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ട് ചിരിച്ചു. എന്താണ്? ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ട് വരുമ്പോൾ ഈ അമ്മമാർക്കൊരു പരിപാടിയുണ്ട്. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിലൊരു പരീക്ഷ ഇടും. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വീണ്ടും അമ്മ ഇരുത്തി എഴുതും. അങ്ങനത്തെ അമ്മമാരൊക്കെ എൻ്റെ പുറയിലിരിപ്പുണ്ട്. അപ്പോൾ 2 പരീക്ഷ കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് സ്കൂളിലെ പരീക്ഷ, 2 അമ്മ ഒരു പരീക്ഷ ഇടും. അങ്ങനെ അമ്മ പരീക്ഷ പേപ്പർ വെച്ച് ചോദിക്കുകയാണ്, മഹാത്മാഗാന്ധി ആരാണ്? അപ്പോൾ പറയാണ്, അപ്പുറത്തെ വീട്ടിലെ ദിനേശൻ്റെ അപ്പനാണ് മഹാത്മാഗാന്ധി. ഒരടി കൊടുത്തേടാ, അപ്പുറത്തെ വീട്ടിലെ ദിനേശൻ്റെ അച്ഛനാണ് മഹാത്മാഗാന്ധി, നീ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പോൾ അവൻ പറയണ, അമ്മയല്ലേ പറഞ്ഞത് ഫാദർ ഓഫ് ദിനേശൻ. ദിനേശൻ്റെ ഫാദർ ആണെന്നല്ലേ അമ്മ നാൾ പഠിപ്പിച്ച, ഫാദർ ഓഫ് ദിനേശൻ. അപ്പോൾ അങ്ങനെയും പരീക്ഷ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാനിടയായി തീർന്നു. ഇവിടെയല്ല, അങ്ങ് വളരെ ദൂരെ. ഏത് പരീക്ഷകളെയും ഏത് സാഹചര്യങ്ങളെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. എത്ര പേര് അതിന് ആമേൻ പറയും? ആമേൻ. പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാ പരീക്ഷകളും നമ്മൾ സഹിക്കാൻ കാരണം ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് പരിമിതികളെ പൊളിക്കാൻ കഴിയുന്നത്. അതിരുകളെ ക്രോസ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ശബ്ദം ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. എന്താണ്? ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും,
ഞാൻ നിന്നെ ഒന്ന് മാനിക്കും. അപ്പോൾ പേര് മോശമായി പോയത് ഓർത്ത് ഭാരപ്പെടണ്ട. നിന്റെ പേര് വലുതാക്കാൻ ഒരുവൻ നിന്നെ വിളിച്ചതാണ്. അവൻ്റെ വഴിയിലേക്ക് വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് നടന്നു. അത് എങ്ങോട്ട് പോയാലും നീ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു, എങ്ങോട്ടെന്നില്ലാതെ അവൻ പുറപ്പെട്ടു. അപ്പോൾ അബ്രഹാം നമുക്ക് വലിയ ഒരു പ്രസംഗ വിഷയമാണ്. എന്താണ്? ഒരുവൻ പരിമിതികളെയെല്ലാം പൊളിച്ചുകൊണ്ട് അവൻ വെളിയിലിറങ്ങി. അവൻ്റെ ദേശത്ത്, അവൻ്റെ നാട്ടിൽ, അവൻ്റെ ബന്ധുക്കളിൽ ആരും ഇതുപോലെ ദൈവശബ്ദം കേട്ടവരുണ്ടാകും. എന്നാൽ ഒരുവൻ അതിനുവേണ്ടി തയ്യാറെടുത്തു. ഇതുപോലെ ദൈവവചനം കേൾക്കുന്നതിലല്ല കാരണം വലിയ കാര്യം, ദൈവവചനം കേട്ടിട്ട് മുന്നോട്ട് അതുപോലെ വിശ്വാസത്താൽ കർത്താവേ അത് നീ ആണെങ്കിൽ ഞാനും ഈ കടലിൻ്റെ മീതെ ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് വള്ളമെന്ന പരിമിതി പൊളിച്ചുകൊണ്ട് വെള്ളമെന്ന ഏറ്റവും അപകടത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരുവൻ കാണിച്ച തൻ്റെ ഇടമാണ് ഇന്ന് പത്രോസിന്റെ ചരിത്രത്തെ അത്ഭുതമാക്കിയത്. കർത്താവേ അത് നീ ആണെങ്കിൽ എനിക്കും നിന്റെ അടുക്കലേക്ക് വരണം, എനിക്ക് നിന്റെ അടുക്കലേക്ക് വരണം. കർത്താവിലേക്ക് വരണമെങ്കിൽ ചില പരിമിതികൾ, നമ്മളായിരിക്കുന്ന ചെറിയ വള്ളങ്ങൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് അതിനകത്ത് നിൽക്കുകയാണ്. ഈ വള്ളമില്ലെങ്കിൽ ഞങ്ങളെല്ലാം വെള്ളത്തിലാകും. ഈ വള്ളമാണ് ഞങ്ങളുടെ ഇടയൻ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും മുട്ടുണ്ട്. കർത്താവ് വെള്ളത്തിൽ നിൽക്കുകയാണ്. കർത്താവ് വെള്ളത്തിൽ നിന്നുകൊണ്ട് പത്രോസ് പറഞ്ഞ, കർത്താവേ അത് നീയാണെങ്കിൽ എനിക്കും വരണം, എനിക്കും വരണം. ഒരു പരിമിതി അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ചിരുന്നത് വള്ളമുണ്ടെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും നടക്കും. യേശു പറഞ്ഞു, വള്ളമില്ലെങ്കിലും ഞാനുണ്ടെങ്കിൽ ഈ വെള്ളം നിങ്ങൾക്ക് ഒരു കരഭൂമി പോലെയാകും. കൈകളടിച്ച് യേശുവിനെ അല്പസമയം ആരാധിച്ച് പരിമിതികൾ പൊളിയണം. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും പരിമിതികൾ പൊളിയണം. അപ്പോൾ മുന്നിൽ പോകുന്നവർ, ദാവീദിന്റെ ചരിത്രം അതായിരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം നമുക്ക് കാണാതെ അറിയാം. ഗോലിയാത്തിനെ നേരിടുന്ന ദാവീദ്, അവൻ വളരെ ചെറുപ്പമായിരുന്നെന്നാണ് ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ചെറുപ്പം, വളരെ ചെറിയ ബാലനും പവിഴ നിറമുള്ളവനും, അതായത് വെയിലൊന്നും കൊണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കൊച്ചി ഇറക്കാൻ, വെയിലേറ്റ് വാടാത്തൊരു പാവപ്പെട്ട കൊച്ച്. ചേട്ടന്മാരെല്ലാം വലിയ പട്ടാളക്കാർ. എന്നാൽ ഒരു ഗോലിയാത്തിനെ നേരിടാൻ കഴിയാതെ നിൽക്കുമ്പോൾ ദാവീദ് അങ്ങോട്ട് ചെല്ലുന്നത്, ദാവീദ് പറയുന്ന വാക്കുകൾ, പരിമിതികളെ പൊളിക്കുന്ന വാക്കുകൾ അവൻ പറഞ്ഞു. ഈ അഗ്രചർമ്മി ആരാണ്? പരിമിതികളെ പൊളിക്കുന്ന വാക്കുകൾ ആദ്യം പറഞ്ഞു. അവൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. കരടിയെ സിംഹത്തെയും എൻ്റെ കൈകൾ കൊണ്ട് ഇല്ലാതെയാക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അനുഭവങ്ങൾ, വാക്കുകൾ. അവൻ്റെ കയ്യിലുള്ള ആകെയുള്ള കല്ല് ഒരു വലിയ പരിമിതിയെ അവൻ പൊളിക്കുകയാണ്. ഇസ്രായേലിലെ രാജാവിനോ ഇസ്രായേലിലെ പട്ടാളത്തിനോ 40 ദിവസമായിട്ട് നേരിടാൻ കഴിയാത്തത് ഒരു ബാലൻ പറഞ്ഞു, ഇന്നൊരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ എഴുന്നേൽക്കണം, നമ്മുടെ ഇല്ലായ്മകളിൽ നാം എഴുന്നേൽക്കണം. നമ്മുടെ ജീവിതത്തിൽ കടക്കണി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പിശാച് 40 ദിവസം ഗോലിയാത്ത് വെല്ലുവിളിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ പിശാച് വെല്ലുവിളിക്കും. നിനക്കിതിനെ മറികടക്കാൻ കഴിയുമോ? നിനക്ക് ഈ 50 ലക്ഷം രൂപയുടെ കടബാധ്യതയെ മറികടക്കാൻ കഴിയുമോ? ഒരു രോഗം വരുമ്പോൾ ഈ രോഗത്തെ നിനക്ക് മറികടക്കാൻ കഴിയുമോ? എല്ലാവരുടെയും മുൻപിൽ ഏതെങ്കിലും ഒരു വെല്ലുവിളി ഗോലിയാത്ത് പോലെ നിൽക്കുമ്പോൾ ദാവീദിനെ പോലെ വന്നിട്ട് ഇന്ന് ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയാൻ പോവുകയാണ്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. ദാവീദിന് അറിയാം, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പഴയ ശൗലിൻ്റെ പടച്ചട്ട കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ മറികടക്കാൻ കഴിയില്ല. എന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഇതിനെ മറികടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രശ്നത്തെ അതിജീവിക്കും. ദാവീദ് ഗോലിയാത്തിനെ ഒരു കൊച്ചു കല്ലുകൊണ്ട് തോൽപ്പിച്ചു. ഗോലിയാത്ത് വീണെന്ന് കണ്ടപ്പോൾ ഫെലിസ്ത്യർ മുഴുവൻ ഓടി. ഉടനെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ പട്ടാളം ആർത്തുകൊണ്ട് 40 ദിവസം പേടിച്ച ഈ ജനത്തെ, ഈ പട്ടാളക്കാരുടെ പുറകെ ഓടി അവരെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. ഒരാൾ ജയിച്ചാൽ
പുറകെ ജയാളികൾ ഉണ്ടായി വരുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ 52-ാം വാക്യം, ഇസ്രായേലിലും യഹൂദ്യരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെയും ഫെലിസ്ത്യരെ പിന്തുടർന്നു. അങ്ങനെ അവരെല്ലാം തോറ്റ് തകർന്നു വീഴുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണുന്നത്. എന്താണ് കാരണം? 40 ദിവസമായിട്ട് പുറകോട്ടോടിയ ഈ ഇസ്രായേൽ പട്ടാളം എന്തുകൊണ്ടാണ് അന്ന് മുന്നോട്ടോടിയത്? കാരണം ഒരു കൊച്ചു ചെറുക്കൻ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് എല്ലാവരും അറിയും. ഒരു ഗോലിയാത്തിനേക്കാൾ വലിയ ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. ഒരു കൊച്ചു ചെറുക്കൻ, ഒരു കഴിവില്ലാത്തവൻ, ഒരു സാധാരണ യൗവനക്കാരൻ, അവൻ പറഞ്ഞു ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയും. ദൈവം യുദ്ധത്തിൽ ഇറങ്ങി വരണമെങ്കിൽ ദൈവത്തിൽ നാം ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം, ദൈവത്തിൽ ആശ്രയം വെക്കണം. എത്ര പേര് അതിന് ആമേൻ പറയും? ദൈവത്തിൽ ആശ്രയം വെച്ച ദാവീദ്. ബാക്കിയുള്ളവർ അവരുടെ യുദ്ധത്തിൽ, അവരുടെ പരിചകളിൽ, അവരുടെ കുന്തത്തിലൊക്കെ ആശ്രയിച്ചപ്പോൾ ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിച്ചു. ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയം വെച്ചു. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് ഒരു പരിമിതിയെ പൊളിച്ചു കളഞ്ഞു. ഗോലിയാത്ത് എന്ന വലിയ പരിമിതിയെ പൊളിച്ചതോടുകൂടി ഇതാ ഇസ്രായേലിയരും യഹൂദ്യരും പുറപ്പെട്ട് ആർത്തും കൊണ്ട്, അതുവരെ നിലവിളിച്ചോടിയവർ ഇപ്പോൾ ആർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരാൾ പരിമിതി പൊളിച്ചാൽ പുറകെ വരുന്നവരെല്ലാം പരിമിതി പൊളിക്കും. ഹല്ലേലൂയ! എത്ര പേര് അതിന് ആമേൻ പറയും? അതുകൊണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പാസ്റ്റർ, ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. നീ പരിമിതി പൊളിച്ചാൽ നിന്റെ കുടുംബത്തിലുള്ള പലരും പറയും, അവൾ പ്രാർത്ഥനക്കിറങ്ങി, അവൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇതാ ഞങ്ങളും പുറകോട്ട് വരികയാണ്, ഞങ്ങളും അവളുടെ പുറകെ വരികയാണ്. വളരെ കടക്കണിയിൽ, വളരെ തകർന്ന് ഒരാൾ പ്രാർത്ഥനയ്ക്ക് വരുന്നു, യേശുവിൽ ആശ്രയിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കാതെ നിൽക്കുന്നു. ആ വ്യക്തി വിടുവിക്കപ്പെടുമ്പോൾ പുറകെ വരുന്നവർക്കും മനസ്സിലാകും ഈ ഒറ്റക്കിറങ്ങിയാലും ദൈവം കൈവിടില്ല എന്ന്. ദാവീദ് ഒറ്റയ്ക്കാണ്, ആരും കൂടെയില്ല. ദാവീദിന് പുറകിൽ ആരും വേണ്ട. ദാവീദിന് അറിയാം, എൻ്റെ കൂടെ ദൈവമുണ്ട്, എനിക്ക് പുറകോട്ട് നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന എൻ്റെ കർത്താവുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഐസ് ബ്രേക്കേഴ്സ്, അതായത് ഈ റഷ്യ പോലെയുള്ള തണുത്തുറഞ്ഞ രാജ്യങ്ങളിൽ കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സമയത്ത് വേറൊരു ചെറിയ കപ്പൽ, ആ കപ്പൽ മുന്നോട്ട് പോകും. ആ കപ്പൽ മുന്നോട്ട് പോയി ഐസ് പാളികളെ ഇടിച്ച് പൊളിച്ച് പുറകെ വരുന്ന കപ്പലുകൾക്ക് സുഗമമായിട്ട് പോകാനുള്ള പാത ഒരുക്കും. തണുത്തുറഞ്ഞു കിടക്കുന്ന മഞ്ഞ് കട്ടകൾ മല പോലെ വലുതായിരിക്കും. എന്നാൽ ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന ഈ കപ്പലിൻ്റെ ജോലി മഞ്ഞ് പാളികളെ ഇടിച്ച് തവിട് പൊടിയാക്കും. എന്നിട്ട് പുറകെ വരുന്ന യാത്രാ കപ്പലുകൾ, പുറകെ വരുന്ന ചരക്ക് കപ്പലുകൾ ഈ കപ്പലിൻ്റെ പുറകെ വളരെ സുഗമമായിട്ട് പോകും. അപ്പോൾ ഒന്നാമത് പോകുന്ന കപ്പൽ, ഈ ഐസ് ബ്രേക്കേഴ്സ്, അവർ വളരെ പ്രതികൂലത്തിലായിരിക്കും. അനേകം മഞ്ഞ് പാളികളെ ഇടിച്ച് തവിട് പൊടിയാക്കേണ്ടി വരും. അനേക പ്രയാസങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും. വിശ്വാസത്തിൽ ഒന്നാമത് ചുവട് വെക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒന്നാമത് ചുവട് വെക്കുന്നവർ വളരെ പ്രതിബന്ധങ്ങളെ നേരിടുന്നവരാണെങ്കിൽ പുറകെ വരുന്നവർക്ക് നമ്മളൊരു പുതിയ വഴി വെട്ടി തുറന്ന് കൊടുക്കുകയാണ്. കൈകളടിച്ച് ഐസ് ബ്രേക്കേഴ്സിന്റെ പ്രത്യേകത അതാണ്. ഐസ് ബ്രേക്കേഴ്സ് എന്ന ഈ കപ്പൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള കപ്പലുകളെക്കാൾ ഏറ്റവും അധികം ഉരുക്ക് വെച്ചാണ്. അത് വലിയ കഠിനമായ മലകളെ പോലെ ഇടിച്ച് തവിട് പൊടിയാക്കുന്ന കപ്പലുകളാണ്. അതിനകത്തിരിക്കുന്നവർ എപ്പോഴും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും ഓർക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ കടന്ന് ആടി ഉലയുന്നത്, ഞാൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണെന്നറിയാമോ? പുറകെ വരുന്നുണ്ട് കുറെ കൂട്ടർ. നമ്മൾ ഇടിച്ചു പൊളിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മുടെ ദേശത്തുള്ളവർ, അവരെല്ലാം ഇതിന്റെ പുറകെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു അവസരം നമ്മൾ
മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശ്വാസത്തിലേക്ക് വന്ന ആരംഭകാലങ്ങളിൽ വിശ്വാസത്തിൽ വന്ന നമ്മളേ ഉള്ളൂ. നമ്മൾ പറയും, ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല, ഞങ്ങൾ കുറച്ചു പേരേ വന്നിട്ടുള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ഫാമിലി വലിയ ഫാമിലിയാണ്, അവരാരും വന്നിട്ടില്ല. വേണ്ട, അവരാരും വരണ്ട. നീ ഒരു ഐസ് ബ്രേക്കറായി കഴിഞ്ഞാൽ, നീ പ്രതിബന്ധങ്ങളെ തകർത്ത് കളഞ്ഞാൽ, നീ പല തണുത്തുറഞ്ഞ അന്തരീക്ഷത്തെയും ഭവനത്തിൽ നിന്ന് തകർത്ത് കളഞ്ഞാൽ, നിരാശയുടെ അന്തരീക്ഷങ്ങളെ, നിരാശയുടെ മഞ്ഞുകെട്ടകളെ, ഭയത്തിന്റെ മഞ്ഞുകെട്ടകളെ, പൈശാചിക കോട്ടകൾ കെട്ടിവെച്ച തണുത്തുറഞ്ഞ അന്തരീക്ഷത്തെ ഭവനത്തിൽ നിന്ന് ഇടിച്ചു കളഞ്ഞാൽ പുറകെ വരുവാൻ ഒരു വഴി നീ വെട്ടി തുറക്കുകയാണ്. എത്ര പേരതിന് കൈകളടിച്ച് സ്വീകരിക്കും? അനേക തണുത്തുറഞ്ഞ അന്തരീക്ഷം നമ്മുടെ വീടുകളിലുണ്ട്, നിരാശയുടെ അന്തരീക്ഷമുണ്ട്. എന്നാൽ ഐസ് ബ്രേക്കേഴ്സ് അതിനെ തകർത്തുകളെ. ഏത് പ്രതിബന്ധങ്ങളെ തകർത്തുകളെ. നമ്മൾ ഐസ് ബ്രേക്കേഴ്സ് ആകാത്ത കാലത്തോളം ഈ തണുത്തുറഞ്ഞ നിരാശകരമായ അന്തരീക്ഷം, രോഗം, ശാപം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചിലത് ഇടിച്ച് പൊളിക്കാത്ത കാലത്തോളം നമ്മൾ ആർക്കും ഒരു വഴി വെട്ടി തുറക്കുന്നില്ല. ആദ്യം വിളിക്കപ്പെട്ട അബ്രഹാം ഒരു ഐസ് ബ്രേക്കറായിരുന്നു, ദാവീദ് ഒരു ഐസ് ബ്രേക്കറായിരുന്നു, മോശ. അങ്ങനെ ഇറങ്ങിത്തിരിച്ചവരുടെ പുറകെ വലിയ വലിയ കൂട്ടങ്ങൾ ഇറങ്ങിത്തിരിക്കാനിടയായി. യേശു അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിൽ എന്തിനു പേടിക്കണം? ധൈര്യപ്പെട്, ഇതാ ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ആ തണുത്തുറഞ്ഞ എല്ലാ പാപത്തിന്റെ മഞ്ഞുപാളികളെയും ഞാൻ തകർത്തിരിക്കുന്നു. രോഗത്തെ ക്രൂശിൽ ഞാൻ തകർത്തിരിക്കുന്നു. മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ തണുത്തുറഞ്ഞ ഭയാനകമായ മഞ്ഞുപാളികളെ യേശു കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. എത്ര പേര് അതിന് ആമേൻ പറയും? അതുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോയാൽ നമുക്ക് ജയമുണ്ട്. എന്താ കാരണം? യേശു ഒരു വഴി ഒരുക്കി. യേശു പറഞ്ഞു, ഞാനാണ് വഴി. ഇതുപോലെ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഒരു വഴിയാണ്. ആദ്യമായി ഇറങ്ങിത്തിരിച്ച നമ്മളൊക്കെ നമ്മുടെ വീടിനൊരു വഴിയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്ന നമ്മൾ ഉഴപ്പിയാൽ പുറകെ വരുന്നവരും ഉഴപ്പും. നമ്മൾ യോഗത്തിലിരുന്ന് ഉറങ്ങിയാൽ പുറകെ വരുന്നവരും, നമ്മൾ ഉറങ്ങിയാൽ, പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ വേണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്റർ നിന്ന് പ്രസംഗിച്ചോ, ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞ പോലെ. അത് കുറച്ചുകൂടി വ്യത്യാസമാണ്. ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇരുന്ന് പ്രസംഗിക്കാം. അപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞാണ്, നല്ല കാര്യം പാസ്റ്റർ ഇരുന്ന് പ്രസംഗിച്ചോ, ഞാൻ കിടന്നുറങ്ങാം. അപ്പം നമ്മൾ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ കിടന്നുറങ്ങാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ തണുത്താൽ പുറകെ വരുന്ന ഒരു ദൈവദാസൻ 3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ സഭയിലുള്ളവർ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അത് ഞാനാണ്. ഞാൻ 5 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ 3 മണിക്കൂറേ ഉള്ളൂ. കാരണം മുൻപിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ നല്ല ജില്ലായിട്ട് നിന്നില്ലെങ്കിൽ, നല്ല എനർജറ്റിക് ആയിട്ട് നിന്നില്ലെങ്കിൽ, വളരെ പ്രാർത്ഥനയിൽ നിന്നില്ലെങ്കിൽ, വളരെ വിശുദ്ധിയിൽ നിന്നില്ലെങ്കിൽ, പുറകെ വരുന്നവരെല്ലാം തണുത്തുറഞ്ഞ മലകളിൽ ഇടിച്ച് യാത്രകൾ നിന്നുപോകും. എന്നാൽ ഇറങ്ങിത്തിരിച്ച എല്ലാവരും, നിങ്ങളുടെ മുൻപിലുള്ള മഞ്ഞുപാളികളെ നിങ്ങൾ തകർത്ത് കളയണം. നിങ്ങളുടെ മുൻപിൽ പ്രശ്നങ്ങളുണ്ട്, ആർക്കാ പ്രശ്നമില്ലാത്തത്? എന്നാൽ ഒരു ഐസ് ബ്രേക്കറായിട്ട് പുറത്തു വരണം. ഇന്ന് മുതൽ അങ്ങനെ എഴുന്നേറ്റ് വരണം. ഞാനായിരിക്കും. നമ്മുടെ പുറകെ വരുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് സുഗമമായിട്ട് പോകാനുള്ളൊരു പാത ഒരുക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകാവൂ. എത്ര പേര് അതിന് ആമേൻ പറയും? പട്ടണത്തെ പിടിക്കുന്ന ശക്തന്മാർ എഴുന്നേറ്റ് വരണം. പുറകെ ജനങ്ങൾ ഒഴുകി വരും. നാം ജില്ലയെ പിടിച്ചാൽ നമ്മുടെ അടുത്ത തലമുറ രാജ്യങ്ങളെ പിടിക്കുന്നവരാകും. ആമേൻ. നമ്മൾ 10 കുടുംബത്തെ നേടുന്നവരാണെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന നമ്മുടെ മക്കൾ, ആമേൻ, സംസ്ഥാനങ്ങളെ പിടിച്ച് കുലുക്കുന്നവരായി മാറും. നാം ചെയ്യുന്നതിൻ്റെ പല മടങ്ങായിരിക്കും നമ്മുടെ അടുത്ത തലമുറ ചെയ്യുന്നത്.